ചാലിയക്കര വഴി മാമ്പഴത്തറ. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന രണ്ട് സ്ഥലങ്ങളാണിത്. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുനലൂരിനടുത്തുള്ള ഈ രണ്ട് മനോഹരമായ സ്ഥലങ്ങളുടെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ ട്രാവൽ സീരീസ്. നിങ്ങൾ ആദ്യം തന്നെ ഹൈലൈറ്റിൽ കണ്ടതുപോലെ ചാലിയക്കര വഴി മാമ്പഴത്തറയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അവിടുത്തെ കുറച്ച് ഡ്രോൺ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാണ്. രാവിലെ 6 മണിക്ക് തന്നെ പോകണമെന്ന് വിചാരിച്ച ഈ ട്രിപ്പ് അവസാനം ഞങ്ങൾ പോയത് 8 മണിക്കാണ്. അതിന് കാരണം കഴിഞ്ഞ ദിവസം KSEB ഞങ്ങൾക്ക് ചെറിയൊരു പണി തന്നു. എൻ്റെ ഡ്രോണിൻ്റെ ബാറ്ററിയും കാര്യങ്ങളെല്ലാം ഞാൻ ചാർജിനിട്ടു. പക്ഷേ രാത്രി അളിയന്മാർ കറണ്ട് കട്ട് ചെയ്തു. രാവിലെ ആയപ്പം ചാർജും ഇല്ല, പോകാനും പറ്റിയില്ല. അങ്ങനെ ചാർജ് ആവാൻ കാത്തിരുന്ന് ചാർജ് ആയതിനു ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞാൻ പോകുന്ന റൂട്ട് ഏതാണെന്ന് വെച്ചാൽ അടൂര് വഴിയാണ് ഞാൻ പോകുന്നത്. പത്തനംതിട്ട ജില്ലയിലെ അടൂര് വഴി. നേരെ അടൂര് ചെല്ലുന്നു. അവിടുന്ന് പത്തനാപുരം ഭാഗത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. പത്തനാപുരം റൂട്ടിൽ എപ്പോൾ സഞ്ചരിച്ചാലും ഈ മരുതമൂട് പള്ളിയിൽ ഞാനൊന്ന് കയറും. ഈ മരുതമൂട് പള്ളി കാണുമ്പം എനിക്ക് അവിടെ ഒന്ന് കയറി പോകാതെ ഒരു സമാധാനമില്ല. അതെൻ്റെ ഈ റൂട്ടിലെ പോകുന്ന എൻ്റെ റൂട്ടിൻ്റെ ഭാഗമാണ്. ഈ റൂട്ടിൽ പോകുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനും വർഷങ്ങളായിട്ട് ശീലിച്ചു വന്നൊരു ശീലമാണ്. എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. പത്തനാപുരത്ത് നിന്നും പത്തനംതിട്ട പുനലൂർ റോഡുണ്ട്, പുതിയ റോഡാണ്. ഈ റോഡിൽ കയറി നമ്മൾ നേരെ അലിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. പുനലൂരിന് തൊട്ട് മുമ്പുള്ള അലിമുക്ക്. പത്തനാപുരത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് കുന്നല വഴി നമുക്ക് കറവൂര് എന്ന് അവിടുന്ന് അച്ചൻകോവിൽ എന്ന റൂട്ടാണ്. പത്തനാപുരം അച്ചൻകോവിൽ റൂട്ടാണ്. ആ റൂട്ടിൽ നമുക്ക് ചാലിയക്കരയിലേക്ക് പോവാം. പക്ഷേ ആ റോഡ് കൊള്ളാത്തത് കൊണ്ട് ഞാൻ അലിമുക്ക് വഴിയാണ് പോകുന്നത്. അലിമുക്കിൽ നിന്നും കറവൂര് വരെയുള്ള കുറച്ച് ഭാഗം കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ നല്ല രസമാണ് ഈ വഴിയുള്ള ഒരു യാത്ര. അതിനും കൂടി വേണ്ടിയാണ് ഞാൻ ഈ വഴി വന്നത്. അലിമുക്കിൽ നിന്ന് നേരെ നമ്മൾ കറവൂരിലേക്കാണ് വന്ന് കയറുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പത്തനാപുരത്ത് നിന്നും പുന്നല വഴി കറവൂരിലേക്ക് വരാമെന്ന്. ഈ രണ്ട് റോഡും ഒരിടത്താണ് വന്ന് കയറുന്നത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അച്ചൻകോവിലേക്ക് പോകാനുള്ള ചെക്ക് പോസ്റ്റ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട KSRTC ബസ്സും അച്ചൻകോവിലേക്കാണ് പോകുന്നത്. നമുക്ക് ഈ ചെക്ക് പോസ്റ്റിന് തൊട്ട് മുമ്പുള്ള റൈറ്റിലേക്ക് എടുക്കണം. അതാണ് ചാലിയക്കര മാമ്പഴത്തറ റൂട്ട്. ചാലിയക്കരയെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് നമ്മൾ ഈ കാണുന്ന അക്വഡേറ്റർ. ഈ അക്വഡേറ്റർ കാണുവാനായി മാത്രം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരെ ആളുകൾ ചാലിയക്കരയിലേക്ക് എത്താറുണ്ട്. മുമ്പ് പലതവണ ഞാൻ ചാലിയക്കര വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതുവരെ ഇവിടുത്തെ ഒരു ഡ്രോൺ വിഷ്വൽ പകർത്താൻ സാധിച്ചിരുന്നില്ല. ഞാനൊരു ട്രാവൽ സീരീസ് തുടങ്ങുമ്പോൾ അതിൽ ആദ്യം ഉൾപ്പെടുത്തിക്കുന്ന സ്ഥലം ചാലിയക്കര തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. കാര്യം അത്രത്തോളം മനോഹരമാണ് ചാലിയക്കര എന്ന് പറയുന്ന ഗ്രാമവും ഈ അക്വഡേറ്ററും. ഒരുപാട് സിനിമാക്കാർക്കും ഫോട്ടോഗ്രാഫേഴ്സിനും അതുപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനുമൊക്കെ അത്രത്തോളം ഇഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ചാലിയക്കരയിലെ ഈ അക്വഡേറ്റർ ബ്രിഡ്ജ്.
ചാലിയക്കരയിൽ ഈ അക്യുഡേറ്റർ ബ്രിഡ്ജിൻ്റെ മുകളിലെത്താനായിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പിൽ അങ്ങനെ കറക്റ്റ് വഴി കാണിക്കണമെന്നില്ല. ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന വഴി നേരെ അക്യുഡേറ്ററിൻ്റെ താഴെയുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താണ് എത്തുന്നത്. അതുവഴി നമുക്ക് നടന്ന് മാത്രമേ മുകളിലേക്ക് കയറാൻ പറ്റൂ. അതിന് പകരം നമ്മൾ അവിടെയുള്ള നാട്ടുകാരോട് തന്നെ ചോദിക്കുക. ആ ചാലിയക്കര ജംഗ്ഷനിൽ ആ പോസ്റ്റ് ഓഫീസിൻ്റെ ഒക്കെ അടുത്തായിട്ട് എത്തിയതിന് ശേഷം ആ ലോക്കലായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് വഴി പറഞ്ഞുതരും. ചാലിയക്കരയിൽ നിന്നും കുറച്ചും കൂടി മുന്നോട്ട് പോയതിന് ശേഷം ഒരു ട്രാൻസ്ഫോമർ വരും. ആ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തുനിന്ന് ലെഫ്റ്റിലേക്കുള്ള ഒരു കനാൽ റോഡാണ്. ഈ അക്യുഡേറ്റർ ബ്രിഡ്ജിലേക്ക് നമുക്ക് വണ്ടിയിൽ പോകാൻ, നമുക്ക് വണ്ടി അതിന് മുകളിൽ കൊണ്ടുപോകാൻ പറ്റും ആ ബ്രിഡ്ജിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയുള്ള വഴി. അപ്പോൾ ആ വഴി ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാനൊക്കെ വളരെ പാടാണ്. ഒരു ഓഫ് റോഡിന് പ്രതീകമായിട്ടുള്ളൊരു റോഡാണ്. വളരെ സൂക്ഷിച്ച് വേണം ഈ റൂട്ടിൽ ചാലിയക്കര ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് നമ്മൾ പോകാനായിട്ട്. അങ്ങനെ ആ ബ്രിഡ്ജിലെത്തി മനോഹരമായ വിഷ്വലും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് നമുക്ക് ചാലിയക്കര പാലത്തിന് മുകളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസൊക്കെ വൈകുന്നേരങ്ങൾ ചിലവഴിക്കാനായിട്ട് ഇവിടെ എത്താറുണ്ട്. ചാലിയക്കരയുടെ മനോഹരമായ ഭംഗി ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മാമ്പഴത്തറയിലേക്കാണ്. നമ്മൾ ചാലിയക്കര പാലത്തിന് മുകളിലേക്ക് കയറാനായിട്ട് ട്രാൻസ്ഫോമറിൻ്റെ അടുത്തുകൂടിയല്ലേ പോയത്. ആ വഴി തന്നെ നേരെ തിരിച്ചിറങ്ങുക, വന്ന വഴി തിരിയാതെ നേരെ തന്നെ പോവുക. കുറച്ചും കൂടി നേരെ പോകുമ്പോൾ ലെഫ്റ്റിലേക്കൊരു പാലം കാണും. ആ പാലം കയറിയാൽ പിന്നെ ഒറ്റ റോഡ്. വളരെ അപകടം പിടിച്ചൊരു കാനനപാതയാണ് മാമ്പഴത്തറ റോഡ്. കാര്യം ഒരുപാട് ആനകളുടെ ശല്യം ഈ റൂട്ടിലുണ്ട്. മെജോറിറ്റി ആളുകളും തിരഞ്ഞെടുക്കുന്ന വഴി ഇതല്ല. പുനലൂരിൽ നിന്നും തെന്മല റൂട്ടിൽ കഴുതുരുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ലെഫ്റ്റിലേക്ക് നമ്മുടെ അമ്പനാട് ഹിൽസൊക്കെ പോകുന്ന വഴിയുണ്ട്. ആ വഴിയാണ് മാമ്പഴത്തറയിലേക്ക് വരാനായിട്ട് ഒരുപാട് ആളുകൾ കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ വരുന്ന ആളുകൾ ചൂസ് ചെയ്യുന്നത്. പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്തിൽ നിന്നും ഒക്കെ വരുന്ന മാമ്പഴത്തറയിലേക്ക് ചാലിയക്കര വഴി പോകുന്നത്. വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ വന്നതുകൊണ്ട് തന്നെ മാമ്പഴത്തറയിൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായത് ഇങ്ങോട്ടുള്ള ഈ വഴികൾ തന്നെയാണ് ഈ ഗ്രാമത്തെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത്. അത്രത്തോളം അടിപൊളിയായിരുന്നു ഇങ്ങോട്ടുള്ള ബൈക്ക് റൈഡും ഈ രണ്ട് സൈഡിലും കാണുന്ന കാഴ്ചകളും എല്ലാം.
എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അടുത്ത് എങ്ങോട്ട് പോകണോ എന്നുള്ള സംശയമായിരുന്നു. നേരെ അമ്പനാട് ഹിൽസ് പോകണോ, അതോ രാജാത്തോട്ടം പോകണോ, അതോ തെന്മല പോകണോ, അതും അല്ലെങ്കിൽ നേരെ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങണോ എന്ന്. അങ്ങനെ അവസാനം ഒരു തീരുമാനത്തിലെത്തി തമിഴ്നാട്ടിലേക്ക് ഇറങ്ങാമെന്ന്. കാര്യം അമ്പനാട് ഹിൽസ് ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ എങ്ങനെ തെന്മല വഴി തമിഴ്നാട്ടിലേക്ക് എത്താമെന്നും തമിഴ്നാട്ടിലെ ഏതൊക്കെ സ്ഥലമാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നതെന്നും അടുത്ത വീഡിയോയിൽ കാണാം.